മുൻപന്തി വിളക്കുണ്ടേ, മുന്നാഴിപ്പനി നീരുണ്ടേ, മുത്തപ്പനു പാട്ടിൻ്റെ ആറാട്ടുണ്ടേ. കളിയാട്ടക്കടവത്ത് തിറയാട്ടം പതിവായുണ്ടേ, കലചൂടും തിരുവപ്പൻ കനിയാറുണ്ടേ. മഴമിന്നൽ വാളുണ്ടേ, വെളിപാടിൻ ചേലുണ്ടേ, നിഴൽ പോലെ ഞാനുണ്ടേ നടയിൽ പണ്ടേ. എൻ്റെ മിഴി രണ്ടിൽ പുണ്യാഹം നിറയാറുണ്ടേ, എൻ്റെ മിഴി രണ്ടിൽ പുണ്യാഹം നിറയാറുണ്ടേ. അപ്പോൾ ഇന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹായ് പറഞ്ഞ് തുടങ്ങുന്നതിന് പകരം ഒരു പാട്ടിലൂട്ട് തുടങ്ങിക്കൂടെയെന്ന്. അപ്പോൾ എല്ലാ ദിവസവും പാട്ടിലൂട്ട് തുടങ്ങാമെന്നല്ല, ഇന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് ആ കമൻറ്റ് കണ്ടാൽ എനിക്ക് ഇഷ്ടമായി. അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ടിലൂട്ട് തുടങ്ങാൻ വെച്ചിട്ടാണ് അത് തുടങ്ങിയത്. ഞാൻ മാത്രമല്ല, നവജ്യോതും കൂടിയുണ്ട്. അപ്പോൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ക്ഷേത്രമെല്ലാം പറശ്ശിനിക്കടവും ഈ പരിസരമെല്ലാം ഒരുപാട് ആൾക്കാർ വീഡിയോയിലോട്ടെല്ലാം കാണിച്ചിട്ടും വന്നിട്ടുമെല്ലാം നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടും അറിയെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേങ്കിൽ ഓരോരാളെ കണ്ണിലൂടെയും പറശ്ശിനിക്കടവിൽ വ്യത്യസ്തമായിട്ടുള്ള സൗന്ദര്യമായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണിച്ച കുറച്ച് കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും എല്ലാം കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും പറശ്ശിനിക്കടവിലേക്ക് സ്വാഗതം. നമ്മളിവിടെ പറശ്ശിനി വന്നു കഴിഞ്ഞാൽ അങ്ങ് താഴെ പാർക്കിങ്ങിന് വണ്ടി കൊണ്ടക്കൽ കുറവാണ്. മേലെ വെച്ചിട്ട് സ്റ്റെപ്പ് ചെയ്യൽ തന്നെയാണ് പതിവ്. ഇങ്ങനെ കിഞ്ഞു പോകുമ്പോൾ തന്നെ ഇവിടെ വേറൊരു ശ്രീ ചോന്നമാവതി കോട്ട ഉണ്ട്. നമ്മൾ പണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചെറുപ്പത്തിൽ പറശ്ശിനിക്കടവിലേക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇറങ്ങിയിട്ടാണല്ലോ വരുക. അപ്പോൾ ഈ ഇറക്കത്ത് തുടക്കത്തിലേ ചന്തയുണ്ട്. ഇനി പോകുന്നതിന് അങ്ങാടി എത്തുന്നതിന് മുമ്പ് തോന്നുന്നതിന് മുമ്പ് തന്നെ ചന്തയിലേക്ക് കണ്ടുണ്ടാവുക. അപ്പോൾ ഇന്ന് അമ്മയെല്ലാം പറയും ഒന്ന് പോയിട്ട് വരുമ്പോൾ വിളിച്ചാലാടാ. ഉത്സവം തോന്നുന്നടാ നോച്ചതേ അതിൻ്റെ. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. ശനിയാഴ്ചയല്ലേ തിരക്ക് തന്നെ തിരക്കുണ്ട്. വഴിപാടെല്ലാം കഴിക്കുന്ന കൗണ്ടർ. അപ്പോൾ വഴിപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ 5 പൈൻകുറ്റി കഴിച്ചിട്ടുണ്ട്. ഒരു പൈൻകുറ്റിക്ക് 10 റുപ്യ. ഞാൻ 5 എണ്ണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോണ് കൊണ്ടുപോയി കൂടാ. അപ്പോൾ അറിയില്ല, അതിൻ്റെ ഉള്ളിൽ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടല്ലോടാ. ഉള്ളിൽ നിന്ന് ഫോട്ടോ പക്ഷേങ്കിൽ ചില വീഡിയോസിലെല്ലാം കാണില്ല, പെർമിഷൻ എടുത്തിട്ടെങ്ങാനായിരിക്കും അങ്ങനെ വിചാരിക്കാം, അറിയില്ല. ഇതെന്തെല്ലോ ബുക്കെല്ലാം ഉണ്ട് കേട്ടോ, അറിയിച്ച് വെച്ച് നോക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തുകൂടാ കേട്ടോ, പക്ഷേ ഇതുവരെ എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ സ്ഥലം വരെ കാണിക്കാം. ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ട്, പിന്നെ അപ്പുറം എടുക്കുന്നില്ല. പണ്ടില്ലേ നമ്മളിവിടെ ചെരുപ്പ് അയച്ചിടൂലേ, ചെരുപ്പ് അയച്ചിട്ടാലും പുതിയ ചെരുപ്പിലോട്ട് വരാൻ പേടി, ആരൊക്കെ മാറ്റിക്കളയെന്ന് വെച്ചിട്ട്. പിന്നെ നവജോതലം പിന്നെ സാമിയാന്ന് പറയാൻ പാടില്ല. നവജോതലം എന്ന് വെച്ചാൽ നല്ല ചെരുപ്പ് എടുക്കാനും കൂടി വരുന്നുണ്ട്, അങ്ങനെ ഒരു വാർത്തയും പറയുന്നത്. പുരുഷൻ, ഇവിടെ സ്ത്രീകൾ. നമുക്കിടയില്ല. നീ അപ്പുറം ഞാൻ ഇപ്പുറമാണ്. ഇവിടെ വന്നില്ല, അപ്പുറം വന്നില്ല. ചായ വരുന്നുണ്ട് ചേട്ടാ. രണ്ട് തേങ്ങ ഉണ്ട്. എത്ര? 2 തേങ്ങ. നമ്മൾ തേങ്ങക്കാന്ന് ഫസ്റ്റ് തന്നെ. ചായ ആർന്ന് വയ്ക്കുന്നുണ്ട് ചേട്ടാ, വേണത്ര. നമ്മൾ ചായ കുറ്റത് ഇവിടെ വെച്ചിട്ട് എടുക്കുമ്പോല്ലേ, ഇവിടെ കണ്ട ഇതായിട്ട് ചായൻ്റെ. നമ്മൾ നല്ല മുണ്ടലിട്ടിട്ട് വരുന്നവര് മുണ്ടൽ ഇതാവും. ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഭക്ഷണത്തിൻ്റെ ചോറ് കലയിരിപ്പ്. തിരക്ക് ഇന്ന് ചിലപ്പോൾ നേരത്തെ തിരക്ക് കഴിഞ്ഞിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. നല്ല വലിയ ക്യൂ ഉണ്ടാകുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ചില അല്ല അതില്ലേ, നമ്മൾ ഒരു സ്ഥലത്ത് ഇത്രയും എത്രയോ വർഷങ്ങളായി നമ്മൾ ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കുകയെന്ന് പറയുമ്പോൾ മുത്തപ്പന് പിന്നെ ജാതി മതവും ഭാഷാവർണ്ണ ഭേദം ഒന്നുമില്ല. ആർക്കും വരാം ഭക്ഷണം കഴിക്കാം, ചായ. കുറച്ച് മതി ചേട്ടാ, കുറച്ച് മതി, കുറച്ച്.
അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. ചെരുപ്പ് അങ്ങ് അപ്പുറത്തെ സൈഡ് ഇവിടെ അവിടെ പോയിട്ട് ചെരുപ്പ് ഇടണം. അതൊക്കെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഈ പൊതുസ്ഥലത്ത് നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് കൈകാരണം പോകുമ്പോൾ ഫിംഗറിലും എല്ലാവരും ഒരുമിച്ചിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ അവിടുന്ന് ഒരേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് ഓർ കൈ കഴിയിട്ട് എൻ്റെ ഇപ്പുറത്തില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഓർ കൈ കഴിയിട്ട് വായിൽ വെള്ളമാക്കിയിട്ട് ഒറ്റ തുപ്പൽ സിങ്കിൽ. അപ്പോൾ അതങ്ങനെ എൻ്റെ കൈക്കേക്ക് തീർത്തി. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൊതുസ്ഥലത്ത് ഹോട്ടലിലായിക്കോട്ടെ, നമ്മൾ പൊതുസ്ഥലത്ത് ഇതുപോലുള്ള പരിപാടികളൊക്കെ ആയിക്കോട്ടെ, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വായിൽ വെള്ളം കഴുകുമ്പോൾ നമ്മളെ വീട്ടിലേതുപോലെ അല്ലാണ്ട് വളരെ അപ്പുറം ആളെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നിയോണ്ട് പറയുന്ന ചേട്ടാ. അവിടെ ഇങ്ങനെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ബോട്ടിൻ്റെ പരിപാടികളുണ്ട്. ബോട്ട് കയറി ഇങ്ങനെ അങ്ങ് തറ്റം വരെ പോവും. എന്നിട്ട് അതിങ്ങനെ പോയി അങ്ങനെ പറശ്ശിനി മടപ്പുരേൻ്റെ മുന്നിലെത്തും. നമ്മൾ ഈ അധികം ഫോട്ടോസെല്ലാം ഇട്ടിട്ടുണ്ട്, സ്റ്റാറ്റസ് സ്റ്റോറിയല്ലോ. അത് അതിൻ്റെ മുന്നിൽ നിന്നാണ് പറശ്ശിനി മടപ്പുരേൻ്റെ മുന്നിലോട്ട് ബോട്ട് ഇങ്ങനെ വരുമ്പോൾ ബോട്ടിൽ നിന്ന് എടുക്കുന്നതാണത്. അപ്പോൾ ഞാനങ്ങനെ നോക്കിയാണ് എടുക്കാൻ, പക്ഷെ കിട്ടിയിട്ടില്ല. ഫോട്ടോ എടുത്ത് കൊടുക്കും. അപ്പാടെ തന്നെ ഫോട്ടോ വേണം. ഇവിടെ കൈ നോക്കുന്നവര് ഉണ്ടായില്ലേ. നമ്മളെ ചോറൂണ്, കുട്ടികളെ ചോറൂണിന്റെ പരിപാടിയെല്ലാം നടക്കുന്ന സ്ഥലം ഇതാണ്. രാവിലെ ആയിരിക്കും തോന്നുന്നുണ്ടാവും അല്ലേ. നമ്മളെ എത്തോട്ടിന്റെ എല്ലാം ഇവിടുന്നാണ് കൊടുത്തിന്. ഞാൻ ഈ ചന്തയ്ക്ക് നിരക്ക് എത്ര വയസ്സ്? തിരക്കില്ലാത്തൊരിക്കലും കയറാം. ഇത് അങ്ങോട്ടേക്ക് പാർക്കിംഗ് എല്ലാം അങ്ങോട്ടേക്കാണ് കേട്ടോ. ഇവിടെ പൊരി, ലൊട്ട, അച്ചപ്പം, മുറുക്ക്, മലാവള, കാതിൽ. എത്രയാ? അപ്പോൾ നമ്മളിങ്ങനെ നോക്കി പോക്കാന്ന്. അപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലുള്ളൊരു ഏച്ചിയുണ്ട്. അറിയില്ലേ? അപ്പോൾ എത്തോട്ടിന് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണോ? നിനക്ക് പറയുന്നില്ല, പറഞ്ഞാൽ പോകും. കാറ് പണ്ടെല്ലാം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു ബാക്കോട്ടാക്കിയാലും മുമ്പോട്ടേക്ക് വന്നൊരു കാറില്ലേ, അത് മതി. ഇത് അവിടെ ബാക്കിൽ അവിടെ ഫിറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിൻ്റെ മഞ്ഞ കളർ എടുക്കാം. നമ്മൾ മഞ്ഞേൻ്റെ ആളാണ്. മഞ്ഞാണ് എൻ്റെ ഇഷ്ട കളർ. എടുത്തോ. അതെല്ലാം കുഞ്ഞും ഭാവിയിലുണ്ട് കേട്ടോ. നായ്ക്കുട്ടി പണ്ടല്ലിങ്ങനത്തെ ഒരു മാല, കൈക്ക് കിട്ടുന്ന ചരട്, മോതിരം, അതെല്ലാം ഭയങ്കര കാര്യമാണ്. ഉത്സവത്തിൻ്റെ എന്താണ് പന്തലെല്ലാം കെട്ടാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സംരക്ഷിക്കുന്നുണ്ട് എന്തല്ലോ മറ്റേ നമ്മൾ ഈ ലൈറ്റ് വരുമ്പോഴുള്ള മാറ്റം എന്ന് പറയുന്നത് മറ്റുള്ള ഈ ഇടിയും തമ്മിലുള്ള മാറ്റം കണ്ട. മഞ്ഞ വരുമ്പോൾ ഒരു ഗോൾഡൻ പരിപാടി കാര്യങ്ങളെല്ലാം. എപ്പം വന്നാലും അവരുടെ ലോട്ടറി എടുക്കുന്നുണ്ട്. ഓയ് ചോറുന്നാ ഒരു വീഡിയോ എടുക്കുന്ന കുഴപ്പമില്ല. ഒരു വീഡിയോ എടുത്തോണ്ട് സുഖം. കഴിച്ച ഭക്ഷണം കഴിച്ചു. ഒരു ലോട്ടറി ആന്നേപ്പാ ഏതൊക്കെ നിങ്ങളൊന്നും എടുത്തന്നേ? ആ കുറച്ചായി. എല്ലാം അടിപൊളിയായി പോന്നു. ഞാനിപ്പോ 100 റുപ്യ അവർക്ക് കൊടുത്തിട്ട് ഇവർ കറക്റ്റ് 60 ആക്കി തന്നു. ഇതെങ്ങനെ തിരിയാ? ഓരോ ആൾക്കാർ തരുമ്പോൾ അങ്ങനെ കൂടുതൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ചിലർ പറ്റിക്കുന്നവരുണ്ട്. അതുണ്ടാവും. അതെല്ലാം 2.10 തന്നിട്ട് 2.20 പറയുന്ന ആളുണ്ട്. അപ്പൊ ഞാനപ്പോ മനസ്സിലാവുന്ന വെച്ചാല് ഞാൻ പിന്നീട് ഇതെല്ലാം പൈസ എല്ലാം ശരിയാക്കുന്ന സമയം ആൾക്കാർക്ക് ബാക്കി കൊടുക്കുമ്പോഴോ അവര് തിരിച്ചു പറയും 10 ഉള്ളൂ പറയുമ്പോ എന്നെ പറ്റിച്ചു. ചില 50 തന്നിട്ട് 100 പറയും. ആ 10 നിങ്ങളെ പറ്റിച്ച ആ 10 ഒരു 10 ലക്ഷമായിട്ട് വേറെ എവിടെയെങ്കിലും പോകും. അതെ തീർച്ചയായും. എല്ലാരും നല്ലവരാണെങ്കിൽ പിന്നെ ഇത് സ്വർഗമായി മാറൂലേ? ഞാൻ പോട്ടെ എന്നാല് വരാം. ഓക്കെ ശരി. ചേച്ചി വരുന്നേ? ആ ഓ ഷപ്പ് കയറി മേലെ എത്തി. റോഡിനെത്തിയ ഇത് ധർമ്മശാല അങ്ങനെ വരുന്ന റോഡാണ് ഈ ഭാഗം. ഇത് നമ്മളെ മയ്യിന്ന് ഇങ്ങോട്ട് വരുന്നത്. ബസ്സിനെല്ലാം വരുന്നവർ കണ്ണൂർ ഭാഗത്തു നിന്നെല്ലാം അങ്ങോട്ടു നിന്നെല്ലാം വേറെ പുറത്തെ സ്ഥലത്ത് തന്നെ കൊതക്കുന്നത് സ്റ്റപ്പ്
ഓ അയ്യോ ഓ. പിന്നെ കണ്ണൂരിൽ നിന്നെല്ലാം വരുന്നവർ, പുറത്തെ ജില്ലക്കാരെല്ലാം വരുന്നവർ ഈ റൂട്ടിലൂട്ടിയാണ് വരും. എന്നിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയാൽ പാർക്കിംഗ് ഉണ്ട്. ആ നമ്മൾ മയ്യിൽ നമ്മളെ ഭാഗത്തു നിന്നെല്ലാം വരുന്നവർ ഇങ്ങനെ. അതേപോലെ പറശ്ശിനി സ്റ്റാൻഡിൽ വന്നിട്ടാകുമ്പോൾ ഇറങ്ങുന്ന വഴിയായി കേട്ടോ. ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലോട്ട് നേരെ അങ്ങനെ അങ്ങ് അയക്കില്ല. ഓട്ടെ അപ്പോൾ പറശ്ശിനിക്കട പോയിട്ട് വന്നു. നവജോത് അങ്ങ് വീട്ടിലേക്ക് പോയി. നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു വീഡിയോ കൂടി എടുക്കാൻ കയറി. അതുകൊണ്ട് കുറച്ച് ലേറ്റായി. അത് നാളെയോ മറ്റന്നാളോ ആയിട്ട് ഇടാം. അത് പ്രത്യേകമായിട്ട് ഇടേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ കുറച്ച് പുറത്തേക്ക് വയനാട് പോകണം. അപ്പോൾ കുറച്ച് യാത്രകളുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലും പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് പറശ്ശിനിക്കടവ് പോയിട്ട് കുറച്ച് നേരം ഇരിക്കലുണ്ട്. അല്ലെങ്കിൽ എന്ത് കാര്യവും സങ്കടം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ പറശ്ശിനിക്കടവ് അടക്ക് പോയിട്ട് വൈകുന്നേരം ആയാലും ഇരിക്കലുണ്ട്. നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റേ കഷ്ടിയുള്ളൂ പറശ്ശിനിക്കടവിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒരു ഭയങ്കര ഒരു വിശ്വാസിയൊന്നുമല്ല. പക്ഷേങ്കിൽ ഈ പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്ന ഈ ചിരി ഉള്ളത്. അപ്പോൾ അതിപ്പം മുത്തപ്പൻ ാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു. ഓരോരാൾക്ക് ഓരോരോ വിശ്വാസങ്ങളായിരിക്കും. ഏത് ദൈവങ്ങളായാലും ഏത് മതത്തിലുള്ള ദൈവങ്ങളായാലും പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. ജാതിയോ മതമോ ഭാഷയോ വർണ്ണമോ എല്ലാവരുടെയും അപ്പുറം മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനായിരിക്കുക എന്ന് മാത്രമേ എല്ലാ ദൈവങ്ങളും പറഞ്ഞു വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാനതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ ജില്ലയിലുള്ളവർക്കും അറിയുന്നതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ. പറശ്ശിനിക്കടവ് നിങ്ങൾ വന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇനി വരാൻ നിൽക്കുന്നവരുണ്ടാവും, വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല പറശ്ശിനിക്കടവിനെ കുറിച്ചോ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ചോ ഒന്നും. ഇന്നലെ ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ണൂർ വരുമ്പം കോൺടാക്റ്റ് ആരും പരിചയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ എന്തോ ഒരു കമൻറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ അവരോടൊന്നല്ല എല്ലാവരോടും ഞാൻ പറയുന്നതാണ്. കണ്ണൂർ ജില്ലക്ക് പുറത്തുള്ളവർ കണ്ണൂർ വരുമ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറോടെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാം. ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ എന്നെക്കൊണ്ടാകുന്ന രീതിയിലുള്ള എന്ത് ഹെൽപ്പും ഞാൻ ചെയ്തുതരാം എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ വേറൊരു കമൻറ്റ് ആയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മാക്സിമം ടൂറിസ്റ്റ് പ്ലേസിലും അതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഞാൻ എന്തായാലും കാണിക്കും. എല്ലാ സ്ഥലങ്ങളും ഞാൻ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും കണ്ണൂർ ജില്ലയിലെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു വചനം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയെന്ന്. ദുഷ്ടന്മാരാൽ ഈ നാട് നിറയുമ്പോൾ ഈ നാട് ദുഷ്ടത നിറഞ്ഞതായി മാറും. അപ്പോൾ മനസ്സിൽ നന്മ നിറഞ്ഞവർ ധൈര്യത്തോടെ ദുഷ്ടന്മാർക്കെതിരെ പ്രതികരിക്കുക. അപ്പോൾ ഈ നാടും നന്മ നിറഞ്ഞതായി മാറും. നന്മ നിറഞ്ഞവരാൽ സമ്പന്നമായി മാറും. അപ്പോൾ ഈ നാടങ്ങനെ നന്മ നിറഞ്ഞവരാൽ സമ്പന്നമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയെന്ന്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.